ലോകം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളിൽ ഒന്നാണ് പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം. എന്നാൽ യുദ്ധത്തിന്റെ മുനമ്പിൽ നിന്നും പെട്ടെന്നൊരു പിൻവാങ്ങലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ 6-നകം ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വൈറ്റ് ഹൗസ് ലക്ഷ്യമിടുന്നു. എന്നാൽ ഈ സമാധാന നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെ നിസ്സഹായ അവസ്ഥയാണോ അതോ ട്രംപിന്റെ തന്ത്രപരമായ പിൻവാങ്ങലാണോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 30% കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഫെബ്രുവരി 28 മുതൽ ഈ പ്രദേശം സംഘർഷഭരിതമാണ്. ഇറാന്റെ ഉപരോധം മൂലം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്ക് ഈ പാത അപ്രാപ്യമായി തുടരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഉപരോധം സൈനികമായി നേരിടാനാണ് അമേരിക്ക ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ട്രംപിന്റെ സമീപനം വ്യത്യസ്തമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാതെ വെടിനിർത്തൽ ഇല്ല എന്ന കർശന നിലപാടിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നില്ലെന്നും പകരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നിർത്തിവെച്ച് ഒരു പ്രവർത്തനക്ഷമമായ സമാധാനം കൈവരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. ഇത് അമേരിക്കയുടെ പരമ്പരാഗത വിദേശ നയത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ്. തിങ്കളാഴ്ച നടന്ന അടച്ചിട്ട മുറിയിലെ ബ്രീഫിംഗിൽ യുദ്ധം മൂലം അമേരിക്ക നേരിടുന്ന സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചതായാണ് സൂചന. സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. ഇറാന്റെ അടച്ചുപൂട്ടൽ തൽക്കാലം തുടരുന്നതിൽ തനിക്ക് വിരോധമില്ലെന്നും എന്നാൽ അമേരിക്കൻ ഇസ്രായേൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നത് നിർത്തണമെന്നുമാണ് ട്രംപിന്റെ വാദം. അതായത് സമുദ്രപാതയിലെ നിയന്ത്രണം ഇറാന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, പക്ഷെ കരയിലും ആകാശത്തുമുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്ന ലളിതമായ സൂത്രവാക്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൈറ്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $180 ഉയർന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിനും കാരണമായി. വർഷമധ്യത്തിൽ നടക്കാനിരിക്കുന്ന സാമ്പത്തിക ഉച്ചകോടിക്ക് മുൻപ് എണ്ണവില കുറയ്ക്കേണ്ടത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. യുദ്ധം നീണ്ടുപോയാൽ അത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തെയും ആഭ്യന്തര വിപണിയെയും ബാധിക്കുമെന്നും ട്രംപ് ഭയപ്പെടുന്നു. ഗ്ലോബൽ ഇൻഷുറൻസ് വിപണി സ്തംഭിച്ചതോടെ കപ്പൽ ഗതാഗതം ദുഷ്കരമായി. ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ അനുവാദത്തോടെ കപ്പലുകൾ കടത്തിവിടുന്നുണ്ടെങ്കിലും അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഇത് സാധ്യമാകുന്നില്ല. ഈ വിവേചനം അവസാനിപ്പിക്കാൻ യുദ്ധം നിർത്തുക എന്നതല്ലാതെ മറ്റു വഴികളില്ലെന്ന് വൈറ്റ് ഹൗസ് തിരിച്ചറിയുന്നു. അമേരിക്കൻ സമാധാനത്തിന് തീയതി കുറിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത അതൃപ്തിയിലാണ്. ഇറാനെ പൂർണ്ണമായും തളർത്താതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ലക്ഷ്യങ്ങളിൽ പകുതിയിലേറെ മാത്രമേ നേടിയിട്ടുള്ളൂ എന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന അമേരിക്കൻ നീക്കത്തോടുള്ള പരസ്യമായ വിയോജിപ്പാണ്. US പിൻവാങ്ങിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാടും സവിശേഷമാണ്. പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന 19 ഇന്ത്യൻ ഊർജ്ജ കപ്പലുകളെ മോചിപ്പിക്കാൻ ന്യൂഡൽഹി വലിയ സമ്മർദ്ദമാണ് അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുന്നത്. അമേരിക്കയുടെ സമാധാന നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണെങ്കിലും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിൽ തുടരുന്നത് ഭാവിയിൽ വെല്ലുവിളിയായേക്കാം. ടെഹ്റാനുമായി നേരിട്ടുള്ള ഉഭയകക്ഷി കരാറുകളിലൂടെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ നിർബന്ധിതമാകും. അമേരിക്കയുടെ പിൻവാങ്ങൽ വാർത്തകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വിജയമാണ്. കടലിടുക്ക് അടച്ചുപൂട്ടുക എന്ന തങ്ങളുടെ സ്വാധീന ശക്തി അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇറാന്റെ ശക്തമായ തിരിച്ചടി അമേരിക്കയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ദുബായ് തുറമുഖത്ത് കുവൈറ്റ് കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണവും സൗദിയിലെ US താവളത്തിന് നേരെയുള്ള ആക്രമണവും ഇറാന്റെ പ്രഹരശേഷി വിളിച്ചോതുന്നതായിരുന്നു. ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ അമേരിക്കയിൽ തന്നെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ശക്തി സന്തുലിതാവസ്ഥ ഇനി ഇറാൻ അനുകൂലമാകും. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ പിൻവാങ്ങലിനെ ആശങ്കയോടെയാണ് കാണുന്നത്. ഉപരോധം പൂർണ്ണമായി മാറാതെ എണ്ണവില സാധാരണ നിലയിലാകില്ലെന്ന് വിദഗ്ധർ പറയുന്നു. പശ്ചിമേഷ്യയിലെ ഓരോ നീക്കത്തിന് പിന്നിലും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സുരക്ഷയുമുണ്ട്. ഏപ്രിൽ 6-നകം ഒരു ധാരണയിലെത്താൻ ട്രംപിന് കഴിയുമോ എന്നത് കണ്ടറിയണം. യുദ്ധം അവസാനിക്കുന്നത് ലോക സമാധാനത്തിന് നല്ലതാണെങ്കിലും അത് ഇറാന്റെ മേൽക്കൈ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണെങ്കിൽ അത് ഭാവിയിൽ പുതിയ തർക്കങ്ങൾക്ക് വഴി തുറന്നേക്കാം. യുദ്ധക്കളത്തിലെ തോക്കുകൾ നിശബ്ദമായാലും നയതന്ത്ര മേശയിലെ പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും. ട്രംപിന്റെ മാസ്റ്റർ പ്ലാൻ ലോകത്തെ രക്ഷിക്കുമോ അതോ പശ്ചിമേഷ്യ ഇറാന്റെ കാൽക്കീഴിലാക്കുമോ എന്നതിന് കാലം ഉത്തരം നൽകും.